നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 15 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനാകട്ടെ കഷ്ടിച്ച് 6 മാസവും. അപ്പോഴാണ് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ എഴുന്നള്ളത്തും നടക്കുന്നത്. സാമുദായിക സമവാക്യങ്ങളെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത AICCയുടെ ചുമതലക്കാരി, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയാണെങ്കിൽ അവർ VD സതീശനെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് ചികഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സതീശനോട് ഹൈക്കമാൻഡിനും താല്പര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ അടുത്ത മുഖ്യമന്ത്രി ഞാനാണ് എന്ന തരത്തിൽ കുപ്പായമൊക്കെ തേച്ച് മുഖ്യമന്ത്രി കസാര കണ്ണും നട്ട് ഇരിക്കുന്നത്. ഇത് ആരൊക്കെ തിരിച്ചറിയുന്നു എന്ന ഇടത്താണ് ഐ ഗ്രൂപ്പിനെ പുനരുദ്ധരിപ്പിച്ച് ഒരു വിശാല സഖ്യമാക്കി, വിശാല ഐ ഗ്രൂപ്പാക്കി പ്രവർത്തിപ്പിച്ച് VD സതീശനെ ആ മോഹത്തിൽ നിന്ന്, VD സതീശൻ്റെ മോഹത്തിൻ്റെ കടക്കൽ കത്തിവെക്കുക എന്ന ലക്ഷ്യത്തോടെ ചില നേതാക്കൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണതെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല 2021 തന്നെ തള്ളിമാറ്റി പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിപ്പിടം സ്വന്തമാക്കിയ VD സതീശനെ ഏതു വിധേനയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം നിൽക്കുക എന്ന ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് ചില പ്രമുഖ നേതാക്കളുടെ പിന്തുണയുമുണ്ട്. ഒന്ന് ശശി തരൂരിൻ്റെ പിന്തുണ തന്നെയാണ്, മറ്റൊന്ന് K മുരളീധരൻ്റെ പിന്തുണ, പിന്നെ MK രാഘവൻ, അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നുണ്ട്. അതൃപ്തരായ ആളുകൾ ഒക്കെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പിന്നാലെ ഉണ്ട്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യം കൊടുക്കുന്നുമുണ്ട്. അതുപോലെ യുവനിരയിലെ ചാണ്ടി ഉമ്മനും KS ശബരിനാഥനും ഒക്കെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും. കാരണം ചാണ്ടി ഉമ്മൻ്റെ അതൃപ്തി, സങ്കടം വിങ്ങിപ്പൊട്ടി അദ്ദേഹം പുറത്തു പറഞ്ഞല്ലോ, തനിക്ക് യാതൊരു ചുമതലയും തന്നില്ല, ഒരു 40 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല പോലും തന്നെ ഏൽപ്പിച്ചില്ല എന്ന അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയാണ് അത് ആദ്യമേ തന്നെ ഇടപെട്ടത്. രമേശ് ചെന്നിത്തലയും K മുരളീധരനുമാണ് ചാണ്ടി ഉമ്മന് അനുകൂലമായി സംസാരിച്ച് രംഗത്തെത്തിയത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന് പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുകണ്ഠം ചാടി സതീശനെ പിന്തുണച്ച് നിൽക്കുകയാണ്. സതീശനാണ് ശരണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ച് മുന്നേറുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങൾക്കകത്താണ് ഒരു വിശാല ഐ ഗ്രൂപ്പ് വേണം എന്ന ചിന്ത ഈ നേതാക്കൾക്കിടയിൽ ഉടലെടുക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ 2021 തെരഞ്ഞെടുപ്പ് പരാജയം, പ്രതിപക്ഷ നേതാവ് കസാരയിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ നിഷ്കാസിതനാക്കി അവിടെ VD സതീശൻ ഇരിപ്പുറപ്പിച്ചത്, അത് ഉമ്മൻചാണ്ടിയുടെ പിന്തുണയുണ്ടായിരുന്ന സമയത്താണ് ചെന്നിത്തല വീണുപോകുന്നത്. അപ്പോൾ അന്ന് ഗ്രൂപ്പുകളുടെ അന്ത്യം കുറിച്ചതാണ്. ഗ്രൂപ്പുകൾ പിന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് മേൽക്കൈ നേടിയത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാമുദായിക സമവാക്യങ്ങളാണ്. സാമുദായിക പരിഗണന അനുസരിച്ച് ആളുകളെ ഓരോ പോസ്റ്റിൽ കുടിയിരുത്തുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കാര്യങ്ങൾ. ഇത് ശരിയാകില്ല. ഈ കീഴ്വഴക്കം പാർട്ടിയിലെ ഏകാധിപത്യ മനോഭാവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, സ്വേച്ഛാധിപതിയായി VD സതീശൻ മാറുകയാണ് എന്ന് യുവനിരയിലെ അതൃപ്തർക്കും തോന്നിത്തുടങ്ങി, അതുപോലെ മുതിർന്നവർക്കും തോന്നിത്തുടങ്ങി. അവിടെയാണ് ഐ ഗ്രൂപ്പ്, വിശാല ഐ ഗ്രൂപ്പ് പ്രസക്തി വർദ്ധിക്കുന്നത്, വിശാല ഐ ഗ്രൂപ്പിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ നീക്കമെന്തെന്ന് വെച്ചാൽ എങ്ങനെയും അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ്, പരമാവധി സീറ്റുകളിൽ മുതിർന്ന അംഗങ്ങൾ മത്സരിക്കും, അവർ വിജയിക്കും. 2031 അതായത് കാലാവധി പൂർത്തിയാക്കുന്ന 2031 ഇപ്പോഴുള്ള യുവ ജനത, അതായത് ന്യൂ ജൻ വൈബ് എന്ന് പറയുന്ന ആളുകൾ, അവരെ ആ തലത്തിലേക്ക് മാറ്റി നിർത്തുക, അവരെ അവിടെ 2031 മുതൽ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് അവർ വരിക. ആ തരത്തിലാണ് ഇപ്പോഴത്തെ മുതിർന്ന നേതാക്കളുടെ കണക്കുകൂട്ടൽ. പക്ഷേ VD സതീശൻ അതിനെയൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് പോവുകയാണ്. VD സതീശന് പിന്തുണ ഹൈക്കമാൻഡിൻ്റെതാണ്. ഏതൊക്കെ കാര്യത്തിലാണെന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വമ്പിച്ച വിജയം യു.ഡി.എഫിന് ലഭിച്ചത് VD സതീശൻ്റെ പ്രചാരണ മികവ് കൊണ്ടാണെന്ന് ഒരു തെറ്റായ പ്രചരണം ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് KPCC അധ്യക്ഷനായ K സുധാകരന് ലഭിക്കേണ്ടതാണ്. പക്ഷേ ക്രെഡിറ്റൊക്കെ ഒറ്റപ്പിടിക്ക് തൻ്റെ പോക്കറ്റിലാക്കി മുന്നേറുകയാണെന്ന് VD സതീശൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിംഗ്, കൃത്യമായ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രത്തിൽ, അതായത് ഹൈക്കമാൻഡിന് എത്തിക്കുന്നതിനും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇനി മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പുകൾ. വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF ചേലക്കരയിൽ തോറ്റുപോയെങ്കിലും വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ മുൻപത്തേക്കാൾ വോട്ട് കൂടുതൽ ചേലക്കരയിൽ നേടിയിട്ടുണ്ട്. അതുപോലെ പാലക്കാടും വയനാടും മിന്നുന്ന വിജയമാണ് UDF കരസ്ഥമാക്കിയത്. അവിടെയും ക്രെഡിറ്റ് തനിക്ക് മാത്രം അർഹതപ്പെട്ടതാണ്, എല്ലാവരും നിഷേധിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞാൻ നിർബന്ധിച്ചാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് വീരസ്യം പറഞ്ഞ് അവിടെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റുകയാണ് VD സതീശൻ ചെയ്തത്. ഇതൊക്കെ ഹൈക്കമാൻഡിന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടിച്ചു മാറ്റിയതെന്നല്ല, പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് ഞാനാണ് എന്ന തരത്തിൽ VD സതീശൻ്റെ സിൽബന്ദികൾ അവിടെ കേന്ദ്രത്തെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദീപാദാസ് മുൻഷി എങ്ങനെ സതീശനെ പ്രീതിപ്പെടുത്താമെന്ന് തിരക്കി നടക്കുകയാണ്.
അവരൊരു വിഭാഗം ആളുകളോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സതീശൻ പക്ഷം ആളുകളോട് മാത്രമാണ് സംസാരിക്കുന്നത്, മറ്റാരോടും സംസാരിക്കുന്നു പോലുമില്ല എന്ന അതൃപ്തി അവർക്കെതിരെയുമുണ്ട് കോൺഗ്രസിനുള്ളിൽ. അതുപോലെ തന്നെ കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയും വി ഡി സതീശനുണ്ട്. ഇനി മറ്റൊരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ വി ഡി സതീശൻ ആർജിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്ന് താൻ മുഖ്യമന്ത്രിയാകുമ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതുമുഖം വരും, പുതിയ ഒരാൾ വരണം, തൻ്റെ ഇഷ്ടക്കാരൻ വരണം, തൻ്റെ ആജ്ഞാനുവർത്തി വരണം എന്ന തരത്തിലാണ് വി ഡി സതീശൻ കരുക്കൾ നീക്കുന്നത്. അപ്പോഴാണ് പുനഃസംഘടന ഇപ്പോഴില്ല, കെ സുധാകരൻ ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്ന ന്യായമൊക്കെ ഹൈക്കമാൻഡിൽ നിന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമേയില്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന കാര്യം പുറത്തു വരുന്നതും അപ്പോഴാണ്. വി ഡി സതീശൻ്റെ കരുനീക്കങ്ങൾ തിരിച്ചറിഞ്ഞാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വിശാല ഐ ഗ്രൂപ്പിന് വേദി ഒരുക്കുന്നത്, കളമൊരുക്കുന്നത്. മറ്റൊരു കാര്യം, വി ഡി സതീശൻ്റെ അടുത്ത മോഹം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലിയ പിന്തുണ വി ഡി സതീശനുണ്ട്. അത് ഈ ന്യൂജൻ വൈബിൻ്റെതാണ്. ഷാഫി പറമ്പിൽ, വി ടി ബൽറാം, പിന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, എം ലിജു ഉൾപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ വി ഡി സതീശൻ്റെ പുറകിലാണ്, വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരാണ്. അവരുടെ പിന്തുണ തനിക്കുള്ളിടത്തോളം കാലം താൻ തന്നെയായിരിക്കും മുതിർന്ന നേതാവ്, താൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് വി ഡി സതീശൻ ഉറപ്പിച്ചു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ പുനഃസംഘടനാ പ്രശ്നങ്ങൾ ഇങ്ങനെ കിറാമൂട്ടിയായി നിൽക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക്, കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഇവർ പ്രതീക്ഷിക്കുന്നത് 70% സീറ്റുകളിലും വിജയിക്കുക, എന്നിട്ട് 70% പഞ്ചായത്തുകളിലെങ്കിൽ അധികാരം പിടിക്കുക എന്ന തരത്തിലുള്ള മോഹം നടക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റൊരു വാദമുള്ളത്, ഈഴവ സമുദായത്തിൽ നിന്നുള്ള കെ സുധാകരനെ ഇപ്പോൾ മാറ്റിയാൽ, പൊടുന്നനെ മാറ്റിയാൽ അത് ആ സമുദായത്തെ വേദനിപ്പിക്കുന്നതിന് തുല്യമാകും. പകരം ഈഴവ സമുദായത്തിൽ നിന്ന് അടൂർ പ്രകാശനെയോ മറ്റാരെങ്കിലും വയ്ക്കുകയാണെങ്കിലും ഇത് പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടില്ല. അതുകൊണ്ട് കെ സുധാകരനെ അവിടെ നിലനിർത്തണം എന്ന ഒരു വാദവും കോൺഗ്രസിനുള്ളിലുണ്ട്. കെ സുധാകരനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഐ ഗ്രൂപ്പ്, ഈ വിശാൽ ഐ ഗ്രൂപ്പ് മനസ്സിൽ കാണുന്നുണ്ട്. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കുന്ന രീതി, ന്യൂജനൊപ്പം ഷാഫി പറമ്പിലിനും എന്നെ ഒപ്പം നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മൻ ആകാതിരിക്കുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടി അവഹേളിക്കുന്നത് പോലെയാണ്. ഉമ്മൻചാണ്ടി അവഹേളിക്കുന്നു, കെ കരുണാകരനെ അവഹേളിക്കുന്നു, അങ്ങനെയുള്ള ആളുകൾ വരെ കോൺഗ്രസിനകത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത്, ചാണ്ടി ഉമ്മനെ വേദനിപ്പിക്കുന്നു, വ്യക്തിഹത്യ നടത്തുന്നു, വ്യക്തിപരമായി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നു. അത് കെ പി സി സിയുടെ ഒരു പേജിൽ തന്നെ, ഔദ്യോഗിക അല്ലെങ്കിൽ പോലും കെ പി സി സിയുടെ ഒരു പേജുണ്ട്. ആ പേജിനകത്ത് ചാണ്ടി ഉമ്മനെ വളരെ മോശം ഭാഷയിലാണ് അധിക്ഷേപിച്ചിരുന്നത്. അതൊക്കെ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകണം. എന്നാൽ ഇവിടെയൊക്കെ തിരുവഞ്ചൂരിൻ്റെ മൗനം പ്രധാനമാണ്. എ ഗ്രൂപ്പിൻ്റെ മാനേജർമാരെന്നറിയപ്പെട്ടിരുന്ന ബെന്നി ബെഹനാനും അതുപോലെ തന്നെ കെ സി ജോസഫും ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന നിഷ്ക്രിയരാണ്. അവരിനി മറുകണ്ഠം ചാടിയിട്ടുണ്ടോ എന്നതുപോലും ഇതുവരെ അറിയില്ല. അപ്പോൾ എ ഗ്രൂപ്പ് അപ്രസക്തമായി കഴിഞ്ഞു. അതുപോലെ തിരുത്തൽവാദി ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പണ്ടും ശക്തമായിരുന്നില്ല, ഒരു കാലത്ത് കുറച്ച് ശക്തി ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഇനിയുള്ളത് അവശേഷിക്കുന്ന ഐ ഗ്രൂപ്പുകാരാണ്. ഈ ഐ ഗ്രൂപ്പുകാരൊക്കെ ഒരുമിച്ച് നിന്ന് മറ്റുള്ളവരെ, അതൃപ്തരെ എല്ലാം അവർക്കൊപ്പം ചേർത്ത് നിർത്തി ഒരു വിശാല ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ച് എടുത്ത ശേഷം ഈ വി ഡി സതീശൻ്റെ ക്രമം വിട്ട പോക്ക്, സ്വേച്ഛാധിപരമായ പോക്കുകളെ ചോദ്യം ചെയ്യുക, അങ്ങനെ പാർട്ടിയെ സംരക്ഷിക്കുക എന്ന നയമാണ് ഐ ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരൻ്റെയും മനസ്സിലുള്ളത് എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്.